എവ്രിവൺ, വെൽക്കം ബാക്ക് ടു നോട്ട് ആൻഡ് ടൈ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രോഷ്യയിലുള്ള കുറച്ച് ബേസിക് സ്റ്റിച്ചസിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഏതൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ബിഗിനേഴ്സിന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്റ്റിച്ചസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു യാണും ഒരു ഹുക്കും എടുത്തിട്ടുണ്ട്. ഞാനൊരു 3mm ഹുക്കും ഒരു യെല്ലോ കളറിൽ വരുന്ന കോട്ടൺ യാണുമാണ് യൂസ് ചെയ്യുന്നത്. ഈ 5 സ്റ്റിച്ചസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ ഇസ് ചെയിൻ സ്റ്റിച്ച്, സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് വൺ ഹാഫ് ഡബിൾ ക്രോഷ്യ, ഫോർത്ത് വൺ ഡബിൾ ക്രോഷ്യ ആൻഡ് ലാസ്റ്റ് വൺ ട്രിപ്പിൾ ക്രോഷ്യ. ഇത്രയും സ്റ്റിച്ചസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഏതൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്ലിപ്പ് നോട്ടാണ് ഇടേണ്ടത്. അപ്പോൾ ഈ സ്ലിപ്പ് നോട്ട് ഇടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുന്നുണ്ട്. സ്ലിപ്പ് നോട്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓൾറെഡി ഞാനൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. സ്ലിപ്പ് നോട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ലൂപ്പിൽ നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം ഇൻഡെക്സ് ഫിംഗർ വെച്ച് നമ്മുടെ വർക്കിംഗ് യാണൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് യാണും ഹുക്കും കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ഇൻഡെക്സ് ഫിംഗറാണ് ഞാൻ നമ്മുടെ വർക്കിംഗ് യാണ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സ് ഫിംഗറിൽ യാണൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ തമ്പും മിഡിൽ ഫിംഗറും വെച്ച് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രോജക്റ്റ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ആൻഡ് നമ്മുടെ താഴെ വരുന്ന 2 ഫിംഗേഴ്സ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തമ്പും മിഡിൽ ഫിംഗറുമാണ് നമ്മളെ വർക്കിനെ ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് ഇൻഡെക്സ് ഫിംഗറാണ് നമ്മുടെ ടെൻഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഹുക്ക് എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് വെച്ചാൽ 2 മെത്തേഡ്സ് ഉണ്ട് ഹുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് പെൻ മെത്തേഡും 2 നൈഫ് മെത്തേഡുമാണ്. അപ്പോൾ ഞാൻ നൈഫ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതാണ് നമ്മുടെ വർക്കിംഗ് യാൺ. ആൻഡ് ഹുക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആൻഡ് ഹുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ വർക്കിംഗ് യാണിൻ്റെ താഴെക്കൂടെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഹുക്ക്. ദെൻ ഇത് നമ്മുടെ വർക്കിംഗ് യാണിൻ്റെ മുകളിലൂടെ ഈ ഹുക്ക് നമ്മളൊന്ന് എടുക്കണം. അപ്പോൾ നമ്മുടെ വർക്കിംഗ് യാണ് ഹുക്കിൻ്റെ മുകളിലായിട്ട് വരുന്നത് നമുക്ക് കാണാം. ഒന്നുകൂടി കാണിക്കാം. ഹുക്ക് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വർക്കിംഗ് യാണിൻ്റെ താഴെക്കൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വർക്കിംഗ് യാണ് ഹുക്കിൻ്റെ മുകളിലായിട്ട് വരും. ആൻഡ് ഇതിന് ശേഷം നമ്മൾ ഈ ഹുക്ക് വെച്ച് നമ്മൾ ഈ ഒരു വർക്കിംഗ് യാണിനെ നമ്മുടെ ലൂപ്പിന് ഉള്ളിലൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് പുൾ ചെയ്യാം, ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് കിട്ടും. നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ഞാൻ ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വർക്കിംഗ് ഞാൻ ഇൻഡെക്സ് ഫിംഗർ വെച്ചൊന്ന് ഹോൾഡ് ചെയ്ത് നമ്മുടെ ഹുക്ക് ലെഫ്റ്റ് സൈഡിലൂടെ വർക്കിംഗ് യാണിന് താഴെ കൂടെ എടുത്തു. അപ്പോൾ നമ്മുടെ വർക്കിംഗ് യാൺ ഹുക്കിൻ്റെ മുകളിൽ വന്നു. ആൻഡ് ഇത് നമ്മുടെ ലൂപ്പിനുള്ളിലൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് പുൾ ചെയ്യാം, ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് കിട്ടും. സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ വർക്കിംഗ് യാണിന് താഴെ കൂടെ ഹുക്കൊന്ന് എടുക്കുമ്പോൾ വർക്കിംഗ് യാൺ ഹുക്കിൻ്റെ മുകളിൽ വരും. ആൻഡ് ഇത് നമുക്ക് ഈ ഒരു ലൂപ്പിലൂടെ ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചെയിൻ സ്റ്റിച്ച് കിട്ടും. ആൻഡ് ഇതുപോലെ തന്നെ നമ്മൾ തേർഡ് ചെയിൻ സ്റ്റിച്ചും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തേർഡ് ചെയിൻ സ്റ്റിച്ച് കിട്ടി. ആൻഡ് ഫോർത്ത് വൺ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഹുക്ക് ഇതുപോലെ ഒന്ന് വർക്കിംഗ് യാണിന് താഴെ കൂടെ എടുത്ത് ലൂപ്പിലൂടെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ഫോർത്ത് ചെയിൻ സ്റ്റിച്ചും കിട്ടി. ആൻഡ് ഇനി വരുന്ന എല്ലാ ചെയിൻ സ്റ്റിച്ചും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് എത്ര നമ്പർ ഓഫ് ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത് അത്രയും തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ചെയിൻസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ടോട്ടൽ 10 ചെയിൻസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്ത ചെയിൻ സ്റ്റിച്ച് ഈസി ആയിട്ട് തന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഈ ലൂപ്പിൽ നിന്ന് ഹുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി നമുക്ക് വർക്കിംഗ് യാണ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്റ്റിച്ചസ് നമുക്ക് അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഈസി ആയിട്ട്. സെക്കൻഡ് സ്റ്റിച്ചാണ് സിംഗിൾ ക്രോഷ്യ. അപ്പോൾ സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സിംഗിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെയിൻ സ്റ്റിച്ചാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇതുപോലെ ചെയ്തെടുത്ത് നമുക്ക് ആവശ്യമുള്ള അത്രയും ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ഇതുപോലെ എല്ലാ ചെയിൻ സ്റ്റിച്ചും ചെയ്യാം.
ഏതൊരു സ്റ്റിച്ച് ചെയ്യാനും നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി നമ്മൾ കാണിച്ച പോലെ എല്ലാ സ്റ്റിച്ചസും ചെയ്യാം. ഞാൻ ടോട്ടൽ ഒരു 15 ചെയിൻസാണ് ചെയ്തിട്ടുള്ളത്. ഇനി സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹുക്കിൽ നിന്നുള്ള ഫസ്റ്റ് ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യണം. ഹുക്കിൽ നിന്ന് കാണുന്ന ഫസ്റ്റ് ചെയിനാണ് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടത്. ആൻഡ് ഇതാണ് സെക്കൻഡ് ചെയിൻ. അപ്പോൾ ഈ സെക്കൻഡ് ചെയിനിലേക്കാണ് നമ്മൾ ഹുക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിനിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഒന്നുകൂടി കാണിക്കാം. നമ്മൾ ഫസ്റ്റ് ചെയിന് സ്കിപ്പ് ചെയ്തു ആൻഡ് സെക്കൻഡ് ചെയിനിലേക്കാണ്, ഹുക്കിൽ നിന്നുള്ള സെക്കൻഡ് ചെയിനിലേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ നമുക്ക് ഹുക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. ആൻഡ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മൾ ഇൻഡെക്സ് ഫിംഗർ വെച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് യാൺ ഓവർ ചെയ്യുക. നമ്മളിങ്ങനെ ചെയ്യുന്നതിനെയാണ് ലെഫ്റ്റ് സൈഡിലൂടെ വർക്കിംഗ് യാണിന് താഴെ കൂടെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ യാൺ ഹുക്കിന് മുകളിൽ വരും. അതാണ് യാൺ ഓവർ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഈ ചെയിനിലൂടെ നമുക്കൊന്ന് പുൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹുക്കിൻ്റെ മുകളിൽ നമുക്ക് 2 ലൂപ്സ് കിട്ടും. 2 ലൂപ്സ് നമ്മളിവിടെ കിട്ടി. അതിനുശേഷം വീണ്ടും യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്ത് നമ്മൾ ഈ 2 ലൂപ്സിന് ഉള്ളിലൂടെയും നമ്മളൊന്ന് പുൾ ചെയ്യാം, വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഇനി നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെക്കൻഡ് ചെയിനിലേക്കാണ്. അപ്പോൾ ഈ സെക്കൻഡ് ചെയിനിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്ത് ഈ ഒരു ചെയിനിൽ ഉള്ളിലൂടെ നമ്മളൊന്ന് വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹുക്കിൽ 2 ലൂപ്സ് കിട്ടും. ഈ 2 ലൂപ്സിന് ഉള്ളിലൂടെയാണ് നമ്മൾ ഇനി ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് നമ്മൾ ഈ 2 ലൂപ്സിനുള്ളിലൂടെ വീണ്ടും ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യയിൽ 2 തവണയാണ് യാൺ ഓവർ ചെയ്യുന്നത്. തേർഡ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചും ഇതുപോലെ തന്നെ നെക്സ്റ്റ് ചെയിനിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് കിട്ടുന്ന 2 ലൂപ്പിനുള്ളിലൂടെയും ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് നമ്മൾ പുൾ ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് തേർഡ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ആൻഡ് ഇനി വരുന്ന എല്ലാ ചെയിൻസിലും സെയിം പോലെ തന്നെ നമുക്ക് ചെയ്ത് സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യാം. ഞാനിതുപോലെ എല്ലാ ചെയിൻസിലും സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിംഗിൾ ക്രോഷ്യേഴ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14. അപ്പോൾ ടോട്ടൽ 14 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ 15 ചെയിൻസ് ആയിരുന്നു ചെയ്തത് ആൻഡ് ഒരു ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്തു. അപ്പോൾ ടോട്ടൽ നമുക്ക് 14 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് കിട്ടി. നെക്സ്റ്റ് സ്റ്റിച്ചാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടണം. ആൻഡ് അതിനുശേഷം ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് എത്ര ചെയിൻസ് ആണോ വേണ്ടത് അത്രയും ചെയിൻസ് നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ടോട്ടൽ ഒരു 15 ചെയിൻസാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് 2 ചെയിൻസ് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. സിംഗിൾ ക്രോഷ്യയിൽ നമ്മൾ ഫസ്റ്റ് ചെയിൻ മാത്രമായിരുന്നു സ്കിപ്പ് ചെയ്തത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് 2 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് തേർഡ് ചെയിനിലാണ് ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് യാൺ ഓവർ ചെയ്യാം. യാൺ ഓവർ ചെയ്യുമ്പോൾ നമുക്ക് യാൺ ഹുക്കിൻ്റെ മുകളിൽ കിട്ടും. ആൻഡ് അതിന് ശേഷമാണ് തേർഡ് ചെയിനിലേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. സിംഗിൾ ക്രോഷ്യയിൽ നമ്മൾ നേരെ ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യായിരുന്നു. ബട്ട് ഇവിടെ യാൺ ഓവർ ചെയ്തതിന് ശേഷമാണ് ഹുക്ക് ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് നമുക്ക് യാൺ ഹുക്കിൻ്റെ മുകളിൽ കിട്ടും. ആൻഡ് അതിന് ശേഷം ഈ ചെയിനിലൂടെ ജസ്റ്റ് ഒന്ന് ഹുക്ക് പുൾ ചെയ്യാം. അപ്പോൾ നമുക്ക് 3 ലൂപ്സ് ഹുക്കിൽ കിട്ടും. സിംഗിൾ ക്രോഷ്യയിൽ 2 ലൂപ്സ് ആയിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ 3 ലൂപ്സ് ടോട്ടൽ ഹുക്കിൻ്റെ മുകളിൽ കിട്ടും. ആൻഡ് വീണ്ടും തേർഡ് ടൈം ഒന്നുകൂടി യാൺ ഓവർ ചെയ്തതിന് ശേഷം ഈ 3 ലൂപ്സിനുള്ളിലൂടെയാണ് നമ്മൾ ഹുക്ക് ഒന്ന് പുൾ ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. നെക്സ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് യാൺ ഓവർ ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ആൻഡ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് ടൈം വീണ്ടും യാൺ ഓവർ ചെയ്ത് ഹുക്ക് ചെയിനിനുള്ളിലൂടെ നമ്മൾ പുൾ ചെയ്യാം. അപ്പോൾ നമുക്ക് 3 ലൂപ്സ് ടോട്ടൽ 3 ലൂപ്സ് ഹുക്കിൻ്റെ മുകളിൽ കിട്ടും.
അതിനുശേഷം തേർഡ് ടൈം ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് ഈ 3 ലൂപ്സിനുള്ളിലൂടെയും നമുക്ക് ഹുക്കൊന്ന് പുള്ള് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. തേർഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി നമുക്ക് ചെയ്യാം. അതിന് വേണ്ടി യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വീണ്ടും യാൺ ഓവർ ചെയ്ത് ചെയിനിനുള്ളിലൂടെ ഹുക്ക് പുള്ള് ചെയ്യുമ്പോൾ 3 ലൂപ്സ് ടോട്ടൽ നമുക്ക് ഹുക്കിൽ കിട്ടും. അതിനുശേഷം വീണ്ടും യാൺ ഓവർ ചെയ്ത് ഈ 3 ലൂപ്സിനുള്ളിലൂടെയും നമുക്ക് ഹുക്ക് പുള്ള് ചെയ്യുമ്പോൾ തേർഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നമുക്ക് കിട്ടും. ആൻഡ് ഇനി എല്ലാ ചെയിനിലും ഇതുപോലെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നമുക്ക് ചെയ്യാം. എല്ലാ ചെയിനിലും ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പോൾ ടോട്ടൽ 13 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് സ്റ്റിച്ചാണ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. അപ്പോൾ ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡബിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇടണം. അതിനുശേഷം ഹുക്ക് ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് വേണ്ട അത്രയും ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുക്കണം. ഞാൻ ടോട്ടൽ ഒരു 15 ചെയിൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് 3 ചെയിൻസ് ആണ് സ്കിപ്പ് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ 2 ചെയിൻസ് ആയിരുന്നു സ്കിപ്പ് ചെയ്തത്. ഇവിടെ നമ്മൾ 3 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് 4th ചെയിനിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഒന്ന് യാൺ ഓവർ ചെയ്തിട്ടാണ് ഡബിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. യാൺ ഓവർ ചെയ്തതിന് ശേഷം നമ്മൾ 4th ചെയിനിലേക്ക് ഈ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്തതിന് ശേഷമാണ് ഹുക്ക് 4th ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ആൻഡ് അതിന് ശേഷം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് ഈ ഒരു ചെയിനിലൂടെ നമുക്ക് പുള്ള് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 3 ലൂപ്സ് കിട്ടും. ഹാഫ് ഡബിൾ ക്രോഷ്യയിൽ കിട്ടിയ പോലെ തന്നെ 3 ലൂപ്സ് ഹുക്കിൽ കിട്ടും. ശേഷം വീണ്ടും യാൺ ഓവർ ചെയ്ത് നമുക്ക് ഫസ്റ്റ് 2 ലൂപ്സിലൂടെ ഹുക്ക് പുള്ള് ചെയ്തെടുക്കാം. ടോട്ടൽ 3 ലൂപ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് 2 ലൂപ്സിലൂടെ ഹുക്ക് പുള്ള് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും 2 ലൂപ്സ് ഹുക്കിലുണ്ടാവും. ആൻഡ് വീണ്ടും യാൺ ഓവർ ചെയ്ത് ഈ റിമൈനിങ് ആയിട്ടുള്ള 2 ലൂപ്സിലൂടെയും കൂടെ നമുക്ക് ഹുക്ക് പുള്ള് ചെയ്തെടുക്കാം. ഇതാണ് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. ആൻഡ് സെക്കൻഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വീണ്ടും യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ആൻഡ് യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും യാൺ ഓവർ ചെയ്ത് ചെയിനിനുള്ളിലൂടെ ഹുക്ക് പുള്ള് ചെയ്യാം. അപ്പോൾ നമുക്ക് 3 ലൂപ്സ് ഹുക്കിൽ കിട്ടും. ആൻഡ് ഈ 3 ലൂപ്സിൽ വീണ്ടും യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിലൂടെ മാത്രം ഹുക്ക് പുള്ള് ചെയ്യാം. ഫസ്റ്റ് 2 ലൂപ്സിലൂടെ ഹുക്ക് ഇതുപോലെ നമുക്കൊന്ന് പുള്ള് ചെയ്യാം. അതിനുശേഷം വരുന്ന 2 ലൂപ്പുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും യാൺ ഓവർ ചെയ്ത് ബാക്കി 2 ലൂപ്സിലൂടെ വീണ്ടും ഹുക്ക് പുള്ള് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇതുപോലെ തേർഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്യാം. യാൺ ഓവർ ചെയ്യാം, നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം, വീണ്ടും യാൺ ഓവർ ചെയ്യാം, ചെയിനിനുള്ളിലൂടെ നമുക്ക് പുള്ള് ചെയ്തെടുക്കുമ്പോൾ 3 ലൂപ്സ് ഫോം ചെയ്യും. അതിൽ ഫസ്റ്റ് 2 ലൂപ്സിലൂടെ യാൺ ഓവർ ചെയ്ത് വീണ്ടും പുള്ള് ചെയ്യാം, ഒന്നുകൂടി യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് 2 ലൂപ്സിലൂടെ ഹുക്ക് പുള്ള് ചെയ്യാം. അപ്പോൾ നമുക്ക് തേർഡ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ആൻഡ് ഇതുപോലെ നമുക്ക് ബാക്കി വരുന്ന എല്ലാ ചെയിൻസിലും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലെ എല്ലാ ചെയിൻ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ. ആൻഡ് നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ടോട്ടൽ 12 ഡബിൾ ക്രോഷ്യ ആണ് നമുക്ക് കിട്ടിയത്. 3 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് ടോട്ടൽ 12 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് നമുക്ക് കിട്ടി. ലാസ്റ്റ് സ്റ്റിച്ചാണ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇടുന്നുണ്ട്. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് എത്ര ചെയിൻസ് ആണോ വേണ്ടത് അത്രയും ചെയിൻസ് ചെയ്യാം. ഞാൻ ടോട്ടൽ ഒരു 15 ചെയിൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ട്രിപ്പിൾ ക്രോഷ്യയിൽ നമ്മൾ ഫസ്റ്റ് 4 ചെയിൻസ് ആണ് സ്കിപ്പ് ചെയ്യുന്നത്. നമ്മൾ ഡബിൾ ക്രോഷ്യയിൽ 3 ചെയിൻസ് ആയിരുന്നു സ്കിപ്പ് ചെയ്തതെങ്കിൽ ഇവിടെ 4 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് 5th ചെയിനിലേക്കാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ട്രിപ്പിൾ ക്രോഷ്യയിലെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ 2 തവണ യാൺ ഓവർ ചെയ്യുന്നുണ്ട്. ഒറ്റ തവണയല്ല, 2 തവണ യാൺ ഓവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 2 തവണ യാൺ ഓവർ ചെയ്തതിന് ശേഷം 5th ചെയിനിലേക്കാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. 4 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് 5th ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ 5th ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടി യാൺ ഓവർ ചെയ്യണം.
ഇതുപോലെ നമുക്ക് ഒന്നുകൂടി യാൺ ഓവർ ചെയ്യാം. ആൻഡ് യാൺ ഓവർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ 5th ചെയിനിലൂടെ ഹുക്കൊന്ന് പുൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 ലൂപ്സ് ഹുക്കിൻ്റെ മുകളിൽ ഫോം ചെയ്യും. ഡബിൾ ക്രോഷ്യയിൽ 3 ലൂപ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ 4 ലൂപ്സ് ഫോം ചെയ്യും. ആൻഡ് ഇതിന് ശേഷം വീണ്ടും യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിലൂടെയാണ് നമ്മൾ ഹുക്ക് പുൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് 2 ലൂപ്സിലൂടെ പുൾ ചെയ്തു. ആൻഡ് ഇനി 3 ലൂപ്സ് കൂടി നമ്മുടെ ഹുക്കിലുണ്ടായിരിക്കും. വീണ്ടും യാൺ ഓവർ ചെയ്ത് ഇനി വരുന്ന 2 ലൂപ്സിലൂടെ ഹുക്ക് പുൾ ചെയ്യാം. അപ്പോൾ ഇനി ബാക്കി 2 ലൂപ്സ് കൂടി ഹുക്കിലുണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും യാൺ ഓവർ ചെയ്ത് ബാക്കി വരുന്ന ഈ 2 ലൂപ്സിലൂടെയും കൂടി ഹുക്ക് പുൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. നെക്സ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി 2 തവണ യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും യാൺ ഓവർ ചെയ്ത് ഈ ചെയിനിനുള്ളിലൂടെ ഹുക്ക് പുൾ ചെയ്യാം. അപ്പോൾ നമുക്ക് 4 ലൂപ്സ് ടോട്ടൽ ഹുക്കിൽ ഫോം ചെയ്യും. ആൻഡ് വീണ്ടും യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിലൂടെ ഹുക്ക് പുൾ ചെയ്യാം. അതിനുശേഷം വീണ്ടും യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് 2 ലൂപ്സിലൂടെ ഹുക്ക് പുൾ ചെയ്യാം. ആൻഡ് അവസാനം വരുന്ന 2 ലൂപ്സിലൂടെ കൂടെ യാൺ ഓവർ ചെയ്ത് ഹുക്ക് പുൾ ചെയ്യാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. തേർഡ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചും ഇതുപോലെ തന്നെ 2 തവണ യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വീണ്ടും യാൺ ഓവർ ചെയ്ത് ചെയിനിനുള്ളിലൂടെ പുൾ ചെയ്യുമ്പോൾ നമുക്ക് 4 ലൂപ്സ് കിട്ടും. ആൻഡ് വീണ്ടും യാൺ ഓവർ ചെയ്ത് ഫസ്റ്റ് 2 ലൂപ്സിലൂടെ ഹുക്ക് പുൾ ചെയ്യും. വീണ്ടും യാൺ ഓവർ ചെയ്ത് നെക്സ്റ്റ് 2 ലൂപ്സിലൂടെ ഹുക്ക് പുൾ ചെയ്യും. ആൻഡ് വീണ്ടും യാൺ ഓവർ ചെയ്ത് ലാസ്റ്റ് വരുന്ന 2 ലൂപ്സിലൂടെ ഹുക്ക് പുൾ ചെയ്യും. അപ്പോൾ നമുക്ക് തേർഡ് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇതുപോലെ നമുക്ക് ഇനി വരുന്ന എല്ലാ ചെയിൻസിലും ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ ചെയിനിലും ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഇനി നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ ടോട്ടൽ 11 സ്റ്റിച്ചസ് ആണ് ഉള്ളത്. നമ്മൾ 15 ചെയിൻസ് ചെയ്ത് 4 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് നമുക്ക് 11 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചസ് കിട്ടി. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റിച്ചസും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കി. അപ്പോൾ നമ്മൾ ചെയ്തത് ചെയിൻ സ്റ്റിച്ച് ചെയ്തു, സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ ആൻഡ് ലാസ്റ്റ് വൺ ട്രിപ്പിൾ ക്രോഷ്യ. അപ്പോൾ ഇതൊക്കെയാണ് ക്രോഷ്യയിലെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.